ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ചായപ്പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ശർക്കരയോ പഞ്ചസാരയോ ഓയിലോ ഒന്നും ചേർക്കാത്ത നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ഒരു ലഡുവാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഈ ലഡു തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് ചാമ അരിയാണ് എടുത്തിട്ടുള്ളത്. ചാമ അരി എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും, മില്ലറ്റ് കടകളിലും വാങ്ങിക്കാൻ കിട്ടും. 1 കപ്പ് ചാമേരി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ചാമേരിയിൽ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. നാരുകൾ, പ്രോട്ടീൻ, ഫോസ്ഫറസ്, കാൽസ്യം, ധാതുക്കൾ, കൊഴുപ്പ് തീരെ കുറവാണ്, അയൺ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്കും രക്തസമ്മർദ്ദം ഉള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു മില്ലറ്റാണ് ചാമേരി. അതുമാത്രമല്ല, ദഹനശക്തി വർദ്ധിപ്പിക്കാനും കഫം പിത്തദോഷം അകറ്റാനും കരൾ രോഗങ്ങളെ സുഖപ്പെടുത്താനും ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ സഹായിക്കും. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, പൊണ്ണത്തടി, വാതരോഗം എന്നിവയൊക്കെ ചെറുക്കാൻ കഴിയും. ഈ ചാമേരി ഈ ഒരു പാകത്തിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ 1/4 കപ്പ് നിലക്കടല ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ചാമേരി എടുത്ത അതേ പാത്രത്തിൽ 1/4 കപ്പ് നിലക്കടലയും കൂടെ വറുത്തെടുക്കാം. ഈ കടലയും ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് വാങ്ങി തണുത്തതിന് ശേഷം തൊലി കളഞ്ഞെടുക്കണം. ചാമേരി മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടിച്ചെടുത്ത പൊടിയിലേക്ക് ഈ നിലക്കടല തൊലി കളഞ്ഞതും ചേർത്ത് ഒന്നും കൂടെ പൊടിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും. നിലക്കടലയും ചാമേരിയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സി ജാറിലേക്ക് ഒരു 10-12 ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്തു. ഈത്തപ്പഴം അടിച്ചെടുത്തതിലേക്ക് 1 മുറി തേങ്ങ ചിരകിയതും ചേർത്ത് ഇതിലേക്ക് ഇനി കുറച്ച് തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. തേനും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. തേൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഈത്തപ്പഴം കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഈത്തപ്പഴവും തേങ്ങയും കൂടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുക്കണം. തേൻ ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണ്ട. അത് ചേർക്കാതെ ഈത്തപ്പഴവും തേങ്ങയും കൂടെ നല്ലപോലെ അടിച്ചെടുത്താൽ മതി. അടിച്ചെടുത്ത ഈത്തപ്പഴവും തേങ്ങയും തേനും കൂടി അടിച്ചെടുത്തത് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇത് കുഴച്ചെടുക്കണം. ഇനി അടിച്ചു വെച്ച തേങ്ങയും ഈത്തപ്പഴവും തേനും കൂടെ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് 1 നുള്ളു ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിലക്കടല അണ്ടിപ്പരിപ്പൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഒന്നും ചേർക്കാണ്ട് തന്നെ ഉരുളയാക്കി എടുത്താലും നല്ല ടേസ്റ്റുള്ള ലഡു തന്നെയാണ്. ഇനി ഇതുപോലെ ഉരുളയാക്കി എടുക്കണം. മുഴുവനും ഇതുപോലെ ഉരുളയാക്കി എടുക്കുക. ഇതുപോലെ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമായി. പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കാത്ത നല്ല രുചിയുള്ള പലഹാരം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.